ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പൊ മഞ്ചേരിയിലാണ് ഉള്ളത്. എണീച്ച് വന്ന് തന്നെ ഫോണും പിടിച്ചായതുകൊണ്ട് മക്കൾ ഇങ്ങനെ കളിയാക്കാണ് കേട്ടോ. 10 മണിയൊക്കെ ആയിട്ട് എണീച്ച് വന്നപ്പോ തന്നെ നേരെ കാണുന്നത് നീലുദാ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായി നടക്കുന്നതാണ് കേട്ടോ. ഇന്ന് അവന്റെ സ്കൂളിൽ അവന്റെ പാരന്റ്സ് മീറ്റിംഗ് ആണ്. അപ്പൊ കാക്കയും നയനയും നിലുട്ടനോ അതിനു വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവൻ ആദ്യമൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പൊ പക്ഷെ കുറച്ചായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇൻട്രസ്റ്റ്. ക്ലാസ്സിലുള്ള ഏതോ ഒരു ഫ്രണ്ട് അവന് നന്നായിട്ട് ആക്രമിക്കുന്നുണ്ട്, അക്രമാസക്തനാവണുണ്ട്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് അവന് നന്നായിട്ടുണ്ട്. അപ്പൊ ഏതായാലും ആ ഫ്രണ്ടിനൊക്കെ ഒന്ന് കണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടി ആ പാരന്റ്സ് മീറ്റിങ്ങിന് അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നേരെ ഉണ്ടാക്കി ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കാം. ഞാൻ ഉണ്ടാകുമ്പോൾ ഉമ്മക്ക് അധികം ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം അധികം അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദോശയും ചിക്കൻ കറി തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ വന്നിട്ട് ഒരു 3-4 ദിവസം ഉണ്ടെങ്കിൽ അതിൽ 2 ദിവസമെങ്കിലും ദോശയും ചിക്കൻ കറി എന്തായാലും ഉണ്ടാവും. ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. ഇതിപ്പോൾ മക്കൾ അങ്ങനെ കഴിച്ച് മക്കളെയും ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ മക്കളും ആദ്യം അത് ചോദിച്ചു വാങ്ങി കഴിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി അങ്ങോട്ട് കുടിച്ചാൽ അന്തസ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ബെഡിൽ അങ്ങോട്ട് പോയി കിടന്നിട്ടുണ്ട്. ഒരു പണിയില്ലാതെ ആ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയോ. താത്താക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവളെയും കൂടി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മക്കൾക്കാണ് അധികം ഇതുമൂന്നൊന്നും കളിക്കാൻ കിട്ടാത്തതുകൊണ്ടുള്ള അമർഷം കൂടി ഉണ്ട്. അപ്പൊ പിന്നെ കുറച്ചു നേരം അവളൊക്കെ ഫോൺ വിളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവളവിടെ എന്തോ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഹണിക്കുള്ള ഡ്രസ്സോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്. ഇന്നലെ റെയിനുവിന് ചെറിയ ചെവി വേദനക്കായിട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവനുള്ള മരുന്ന് കുടിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്നോട് തെറ്റിപ്പോയതാണ് കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ ഓഫാക്കി അവനെ തിരിച്ചു കൊണ്ടുവന്ന് ആ ഗുളികയൊക്കെ കുടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇവർ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവനെ ആക്രമിക്കണ ആ കുട്ടി ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല, പാരന്റ്സ് മീറ്റിംഗിന് വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. ഏതായാലും ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടാണ് നിലുട്ടൻ വന്നിട്ടുള്ളത്. പിന്നെ മക്കളുടെ അടുത്തുള്ള ചോക്ലേറ്റ് ഒക്കെ എല്ലാവർക്കും വിതരണം ചെയ്യായിരുന്നു. എന്നിട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ സുജി വാങ്ങി കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു മക്കളെ കയ്യിൽ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒക്കെ അതൊക്കെ ഇരുന്ന് കഴിച്ചു. ഇവിടെ എത്തിയ പിന്നെ കയ്യിൽ നേരം ഫോണൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ആരും കൺട്രോൾ ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഞാനും പിന്നെ എന്തെങ്കിലും ആവട്ടെ 2 ദിവസം അല്ലേന്ന് വിചാരിച്ചു ഞാനും അധികം മൈൻഡ് ചെയ്യൂല. അപ്പോൾ അതൊക്കെ അവർ മുതലെടുത്ത് ഫുൾ ഫോണിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം മാണ്ടൊക്കെ വർത്താനം പറഞ്ഞ ഇവിടെ കിടന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ചോറൊക്കെ തിന്നാൻ നേരായില്ലേ, തിന്നണില്ലേ എന്നൊക്കെ വിളിച്ച് കൂട്ടി കൊണ്ടുവന്നതാണ് കേട്ടോ അടുക്കളയിലേക്ക്. ഇവിടെ വെറുതെ ഇരിക്കാതുകൊണ്ട് പ്രത്യേകിച്ച് വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് ചോറും നല്ല ലിവർ വരട്ടിയതും പിന്നെ എന്താ കോളിഫ്ലവറിൻ്റെ കറിയും അച്ചാറൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ കഴിക്കാണ്ടിരിക്കുമോ. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതാ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഡ്രസ്സ് മാറുകയാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു ചെറിയ പാർക്ക് ഉണ്ട്. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു നയന. അപ്പം പിന്നെ ഫോട്ടോസ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുന്നത്. അവൾക്കിപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ വീഡിയോഗ്രാഫിയിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റും ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടേ ചോദിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ഏതെങ്കിലും നല്ല ഡ്രസ്സ് എടുത്തുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തു വന്ന ഡ്രസ്സാണിത്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സല്ല കേട്ടോ. ഈ ജാക്കറ്റും ഈ ഡ്രസ്സും മൊത്തത്തിൽ ഭാബീൻ്റെതാണ്. അന്നൊരു ദിവസം ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ അവിടുന്ന് അടിച്ചു മാറ്റി ഭാബീൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇട്ടുണ്ടായിരുന്നില്ല, കൊണ്ടുവന്ന ഊറ്റം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ഇട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇടുന്നത്. ഉപ്പാക്ക് എവിടെ എന്തോ ഒരു പരിപാടിക്ക് പോകാനുള്ളതുകൊണ്ട് ഇപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഉപ്പാക്ക് അങ്ങനെ കുറച്ച് നടക്കാൻ വെറുതെ അങ്ങനെയുള്ള ഇതിനൊന്നും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി മൊത്തത്തിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദൂരത്തിനായിട്ട് എന്തിനാ ഇപ്പോൾ 2 കാറ് വിചാരിച്ചിട്ടാട്ടോ എല്ലാവരും കൂടി കാക്കാൻ്റെ കാറിൽ തന്നെ കുത്തിത്തിരികെ ഇരുന്നിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്കങ്ങനെ വണ്ടി ഓടിക്കുന്നതോട് വലിയ താല്പര്യമില്ല എന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അവിടെ അടുത്തുള്ള ചരണി ഒരു പാർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ലൊരു അന്തരീക്ഷം, ഭയങ്കര കാമായിട്ടുള്ളതാണ്. ഭയങ്കര മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങണതിന് തൊട്ട് മുമ്പ്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല, ഇപ്രാവശ്യം ഫോട്ടോ ഒന്നും എടുക്കണില്ല, പുറത്തിറങ്ങണ്ട മഴയില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങാനുള്ള ഞങ്ങൾ വിചാരിച്ച ടൈമൊക്കെ ആയപ്പോഴേക്കും മഴയൊക്കെ മാറി ചെറിയ വെയിലൊക്കെ വന്നതുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ അത് ആ പാർക്കല്ലേ മൊത്തത്തിൽ അവിടെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ചളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ മക്കൾക്ക് ഉപയോഗിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെയുള്ള സാധനങ്ങളൊന്നും. പക്ഷേ എന്താ പറയുക, കാക്കയും മക്കളും ഫുള്ള് ഒളിച്ചു കളി കളിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരെ കൊണ്ട് എണ്ണിപ്പിച്ച് ഓരോ
സ്ഥലത്തൊക്കെ ഒളിച്ചിരുന്ന് നല്ല രസമുണ്ടായിരുന്നു അവരെ കളി കാണാൻ. അതിൻ്റെ ഇടയിൽ കുറേ വീഴ്ചയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കരച്ചിലും പിടിച്ചിലൊക്കെ ചെറുതായിട്ട് അതും ഉണ്ടായിരുന്നു. പിന്നെ നയന എൻ്റെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞാൻ നല്ല ബിസി ആയതുകൊണ്ട് ഞാൻ കുറേ അധികം വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല. നല്ല രസമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ. ഏതായാലും ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയാൻ നേരത്താണ്, എല്ലാം കഴിഞ്ഞ് പാക്കിങ് നേരത്താണ് മഴ പെയ്തത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ അവിടുന്ന് വേഗം ഇറങ്ങി. പിന്നെ ചെറുതായിട്ട് രീതിയിലൊരു വിശക്കണുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഷവായും കുബൂസും ഒക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഷവർമയും എന്താ പറയുക ജ്യൂസും അതൊക്കെ എല്ലാവരും കൂടി ഓർഡർ ചെയ്ത് എല്ലാവരും കഴിച്ച് നല്ല വയറ് അത്ര കഴിക്കണ്ടില്ലായിരുന്നു തോന്നുന്ന വിധത്തിൽ അങ്ങോട്ട് വയറ് ഫില്ലായിട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് നല്ല ഫുഡ് കഴിച്ചിട്ടാണല്ലോ ഇറങ്ങിയത്. അതിനാൽ കെയർ ബേക്കറിയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഷവായ അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതാ ഭയങ്കര ചൂടെടുക്കുന്ന ഫീൽ ആയിരുന്നു കേട്ടോ. എന്ത് കാലാവസ്ഥയാണാവോ അല്ലേ. റെയിനുവിന് ചെറിയ രീതിയിൽ കഫക്കെട്ടും ചെറിയ രീതിയിൽ എന്താ പറയുക ചെവി വേദനയൊക്കെ ഉണ്ട്. എന്നാലും അവൻ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ അത്ര ചിന്തിച്ചില്ല കേട്ടോ. ഇവൻ കഴിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് പടച്ചോൻ ഇവൻ എന്തിനാ ഞാൻ ജ്യൂസ് വാങ്ങി കൊടുത്തത് എന്നുള്ളത്. പിന്നെ എന്തായാലും വാങ്ങിയതല്ലേ, ഇനി വീട്ടിൽ പോയിട്ട് നല്ല ചൂടുവെള്ളം കുടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ രാത്രി ആയപ്പോൾ ഞാനും കാക്കയും കൂടി ഒരു പാട്ട് പാടി നോക്കാമെന്നൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ പാടി നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ വലിയ പാട്ടുകാരൊന്നുമല്ലല്ലോ ഞങ്ങൾ. അങ്ങനെ കളങ്കാവല്ലേ വൈകി ഞങ്ങളിപ്പോൾ ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ രണ്ടാളും പാടിക്കാണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു രസം, ഒരു മെമ്മറീസ് എന്നുള്ള രീതിയിലാണല്ലോ. അത് പെർഫെക്റ്റായിട്ട് ഞങ്ങൾക്ക് പാടാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലല്ല കേട്ടോ അതൊന്നും. പിന്നെ നാളെ ഇനിയിപ്പോൾ തിരിച്ച് കോഴിക്കോട് പോകണം. അപ്പോൾ പിന്നെ എല്ലാ ഡ്രസ്സും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഴിച്ചിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് ആ പെട്ടിയിലേക്ക് തന്നെ തിരിച്ച് വെച്ചാൽ നാളെ പോകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഉമ്മ കറക്റ്റ് നേരത്തിന് മക്കളെ മരുന്നും കാര്യങ്ങളൊക്കെ ഉമ്മനെ എടുത്ത് കൊടുത്തോളൂ. ഞാനത് ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കോഴിക്കോടാകുമ്പോൾ ഞാൻ ചിലപ്പോൾ മറക്കും. അപ്പോൾ പിന്നെ രാത്രി കിടക്കാൻ നേരത്തൊക്കെ ആയിരിക്കും ഓർമ്മിക്കുക, അന്നേരം എടുത്ത് കൊടുക്കും. ഒരു ഉത്തരവാദിത്തം തന്നെ സാധനം എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ആകുമ്പോൾ പിന്നെ തീരെ ആവശ്യമില്ല, ഒക്കെ ഉമ്മ ചെയ്തോളൂ. എന്താ സുഖം, ഇങ്ങനെ കിടന്നാൽ മതി. എല്ലാവർക്കും കഫക്കെട്ടും പനിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മരുന്ന് കൊടുക്കാതെ നീലൂട്ടൻ മരുന്ന് കൊടുക്കാനുള്ള കരച്ചിലും പിഴിച്ചിലുമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആര്യ വന്നിട്ട് അവനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാളും കണ്ട കീരിയും പാമ്പുമാണ്. അത്രയും എന്താ പറയുക, അങ്ങോട്ടും അടിച്ച് ഇങ്ങോട്ടും അടിച്ച്. നീലൂട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ ആര്യനും അവൻ്റെ സെയിം പ്രായം, അല്ലെങ്കിൽ നീലൂട്ടിനെക്കാളും കുറഞ്ഞ വയസ്സാണ് തോന്നും കേട്ടോ. അത്രയും ചെറുതാണ് തോന്നും. അങ്ങനെ രണ്ടാളും എന്താ പറയുക അത്രയും അടി പിടിയൊക്കെ ആയിരിക്കും. പിന്നെ കളിക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ടാളും വേണേനു കേട്ടോ. അപ്പോൾ ആര്യ പോവുകയാണെങ്കിൽ നീലോട്ട് ആര്യ പോവുകയാണോ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കരയും ചെയ്യും. ഇതൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. ഒന്നും പറയാണ്ടിരിക്കുകയാണ് ഭേദം. ഇവർ തമ്മിലുള്ള കച്ചറ മാറ്റിയാണ് നമ്മളൊരു ദിവസം അങ്ങോട്ട് പോകും കേട്ടോ. ഏതായാലും നീലൂട്ടിനെ പിടിച്ച് കിടത്തി ഓന് മരുന്ന് കൊടുക്കുകയാണ്. പിന്നെ വേഗം കിടന്നു വരും കേട്ടോ. അങ്ങനെ വലിയ വാശിയൊന്നുമില്ല. വേഗം അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ വേഗം അങ്ങോട്ട് കുടിച്ചോളും. ഇനി വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണോ അതോ കുടിച്ച് ശീലമായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, വേഗം അങ്ങോട്ട് കുടിച്ചോളും. പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണ് ഉമ്മ. നല്ല രണ്ടാൾക്കും വാരി കൊടുക്കണം, ഭയങ്കര ഇഷ്ടമാണ് ഉമ്മമ്മ വാരി തരുന്നത്. അപ്പോൾ പിന്നെ അടങ്ങി അവിടെ ഇരുന്നോളും, ഫുള്ള് കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇനി ഞാൻ തിരിച്ചു പോകുന്ന ദിവസത്തെ, അതായത് സൺഡേയിലത്തെ വീഡിയോ കൂടി വരാനുണ്ട്. അതായിട്ട് ഞാൻ വേഗം വരണ്ട് കേട്ടോ. ഇനി നീർഗിപ്പിക്കുന്നില്ല.